ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോ പുതിയ പ്രതീക്ഷയോട് കൂടിയാണല്ലേ. അങ്ങനെ ഞാനും ഇന്ന് പ്രതീക്ഷയോട് കൂടി ഡെയിലി ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നല്ല കേട്ടോ, ഇന്നലെ. പക്ഷേ ഞാൻ ഇന്നലത്തെയും ഇന്നത്തെയും വീഡിയോ രണ്ടും മിക്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ ഒരു ട്രാവലിങ്ങിലൂടെയാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. ഒരു 7:30-8 മണി സമയമായി കാണുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ഒരു പ്ലേസ് എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഈ ഒരു പുഴ എനിക്കൊരു എപ്പോഴും ഒരു ഫേവറേറ്റ് ഒരു സ്ഥലമായിരുന്നു. വണ്ടി ഇങ്ങനെ കുതിച്ച് പാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പാറുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചെറുതായിട്ട് കവർ ചെയ്തതാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്ത് റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കുന്നവരുണ്ട്. പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയ നല്ലൊരു ഡേ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീനിങ്ങിന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ദെൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് തുടങ്ങുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് ഇങ്ങനെ പതിയെ പതിയെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയാലാണല്ലോ എല്ലാം നടക്കുള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ ബാൽക്കണിലോട്ട് പോയി. ഈ ബുക്ക് വായിക്കുന്നതിൻ്റെ ആവശ്യകത ഞാൻ എൻ്റെ ഒരു ഷോർട്സ് ആയിട്ടിട്ടപ്പോൾ എനിക്ക് ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും പേഴ്സണലി റിപ്ലൈ തന്നു. അപ്പം നമ്മൾ ഒരു സന്ധ്യാസമയത്ത് ഇങ്ങനെ പ്രകൃതിയുടെ കാറ്റും കൊണ്ടിരുന്ന് ഈ ഒരു പുസ്തകം റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പുസ്തകം കൊണ്ടുവരും. ഓരോ വാക്കുകളായാൽ കൂടിയും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ഡു ഇറ്റ് ടുഡേ. നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്ത് തീർക്കുക, ഒരിക്കലും നാളേക്ക് മാറ്റി വെക്കരുത്. മെയിനായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബുക്ക് വായിക്കണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് കാത്തിരുന്നൊരു പുസ്തകമായിരുന്നു ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഇതിലെ ഓരോ ലൈനും നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ റീഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഞാനത് ഫുള്ളാക്കിയിട്ടില്ല. എൻ്റെ ഡേ 1 ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുന്നത്. ഒറ്റയിരിപ്പിനൊന്നും നമുക്കൊരു ബുക്ക് ഫുള്ള് വായിച്ച് കഴിയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പുറകെ വീഡിയോ ആയിട്ട് വിടുന്നുണ്ടായിരിക്കാം. ഇനി മുതൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ അവസാനിച്ചു. ദെൻ ബാക്ക് ടു ഡേ 2. നമ്മൾ വീണ്ടും ഒരു എഴുത്തിലൂടെയാണ് നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ജേർണലിംഗ് ആണത്, പക്ഷേ ഇതൊരു വെറൈറ്റി തരം ജേർണലിംഗ് ആണ്. ഇനി വരും വീഡിയോയിൽ നമുക്ക് ഈ ഒരു ജേർണലിങ്ങിൻ്റെ ഒരു പ്രത്യേകതകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എഴുതി തന്നെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊള്ളാമെന്ന് വിചാരിച്ചു. എഴുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ഫുൾ എഴുത്താണ് വരിക. ഒരു എഴുത്ത് കഴിഞ്ഞാൽ അടുത്ത എഴുത്ത് വരും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എഴുത്താണ് ഈ കാണുന്ന എഴുത്തെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഇൻലൻഡ് കുറച്ച് ആളുകൾക്ക് നമ്മൾ എഴുതി അയക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഈ ഒരു ഇൻലൻഡ് ഒന്നും ആരും എഴുതില്ല. പക്ഷേ നമ്മളൊരു ട്രഡീഷണൽ വേയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഒരുപാട് സന്തോഷമാവും. ഒരുപാട് കാലത്തിന് ശേഷം ഈ ഒരു കത്ത് അവരുടെ കൈകളിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ, ഇപ്പോഴും ഈ കാലത്ത് ഇത്തരത്തിലുള്ള കത്തുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ചാനൽ വരുന്നുണ്ടായിരിക്കാം. നമ്മൾ അൺബോക്സിങ് മാത്രമല്ല, ഒരുപാട് പ്രൊഡക്റ്റീവ് വീഡിയോസായിട്ട് ഇനി നമ്മുടെ ചാനലിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ 2 ദിവസം ഇവിടെ ഒരു പ്രൊഡക്റ്റീവായി അവസാനിച്ചിരിക്കുകയാണ്.